നമസ്കാരം ഡോക്ടർ ഷീഡയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ വീഡിയോ എഡിറ്റിങ്ങിലേക്ക് തുടങ്ങുന്ന സമയത്ത് പുതിയൊരു സ്പെക്കുള്ള പീസിന് എടുക്കാനായെന്ന് വരില്ല. അപ്പം ഒത്തിരി പഴയ പി സി ഒക്കെ ആണെങ്കിൽ ഡാവിഞ്ചി റിസോൾവ് ഇത്തിരി സ്ലോ കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്തിട്ട് പോകാൻ നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാരണങ്ങൾ നമ്മൾ ഡാവിഞ്ചി സ്ലോ ആവുന്നു എന്നുള്ള ആദ്യം അറിയണം അല്ലേ. അപ്പോൾ ആദ്യത്തെ കാര്യം തന്നെ പ്രോസറാണ്. പ്രോസറിൻ്റെ ഹെഡ്സ്, അതായത് ഇത്ര ജിഗാ ഹെഡ്സ്, അതായത് 4.3 ജിഗാ ഹെഡ്സ് ഉള്ള അത്ര ക്ലോക്ക് സ്പീഡ് ഉള്ള പ്രോസർ ആണെന്ന് കരുതുക. അപ്പോൾ അതിനൊരു സ്പീഡ് ഉണ്ടാവും. അതിന് പറഞ്ഞാൽ താഴേക്ക് 1 ജിഗാ ഹെഡ്സ് 2.54 എന്നൊക്കെ ഉള്ള ജിഗാഹെർട്സുകളിൽ വരുമ്പോൾ അതിന് സ്പീഡ് കുറയും. കാര്യം ഈ കട്ടിങ്ങും പ്രോസസ്സിങ്ങും ഒക്കെ മെയിനായിട്ട് കൺട്രോൾ ചെയ്യുന്ന പ്രോസറാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്നാൽ റാമാണ്. അപ്പോൾ റാമാണ് എത്രത്തോളം വീഡിയോനെ പ്രോസറിനെ കൊടുക്കാൻ വേണ്ടി സ്റ്റോർ ചെയ്യാൻ തീരുമാനിക്കുന്ന ആൾ. അപ്പോൾ ഒരു 8 GB റാമൊക്കെ ആണെങ്കിൽ സ്ലോ ആവും. മിനിമം അവർ പറയുന്നത് 16 GB റാമെങ്കിലും വേണം എന്നാണ്. അപ്പോൾ അതിൽ കൂടുതൽ ഒരു 32 GB ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് സ്പീഡ് കൂടാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ളൊരു സിസ്റ്റത്തിൽ എങ്ങനെ ചെയ്യാന്നുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പറയാൻ പോകുന്നത് കേട്ടോ. ഇത് കൂട്ടുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഉള്ള പ്രോസറിൽ ഉള്ള റാമിൽ വെച്ച് എങ്ങനെ സ്പീഡ് കൂട്ടാം. അതുപോലെ ഗ്രാഫിക്സ് കാർഡിനും നല്ലൊരു പങ്കുണ്ട്. ഗ്രാഫിക്സ് കാർഡ് 8 GB ഒക്കെ വേണമെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാഫിക്സ് കാർഡിനും നല്ലൊരു പങ്കുണ്ട്. പിന്നെ ജനറേഷൻ, സിസ്റ്റത്തിൽ ജനറേഷൻ, പഴയ ജനറേഷനൊക്കെ ആകുമ്പോൾ ആ ഒരു ജനറേഷന് പറ്റിയ ഡാവിഞ്ചി റിസോൾവിൻ്റെ വേർഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. പുതിയ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത്രത്തോളം സ്പെക്ക് നമുക്ക് വേണം എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മുടെ OS, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ് ഓർ മാക്ക് ഇരിക്കുന്ന ഡിസ്ക്, അത് ഹാർഡ് ഡിസ്ക് ഇല്ല, HDD എന്ന് പറയുന്ന ഹാർഡ് ഡിസ്കിന് പകരം SSD, NVMe, M.2 എന്ന് പറയുന്ന ഡ്രൈവുകളൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് വലിയ തോതിലൊരു സ്പീഡിൻ്റെ മാറ്റം ഉണ്ടാവും. അത് OS ഇരിക്കുന്നതും അതുപോലെ നമ്മുടെ വീഡിയോ ക്ലിപ്സ് ഇരിക്കുന്നതും അതുപോലെ ഡാവിഞ്ചി റിസോൾവ് ഇൻസ്റ്റാൾ ചെയ്തത് ഒക്കെ SSDയിലാണെങ്കിൽ വലിയൊരു SSD മീൻസ് M.2 ആണെങ്കിൽ അതിനനുസരിച്ച്. അപ്പോൾ അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്കിൽ നല്ല സ്ലോ ആയിരിക്കും. കുറച്ചും കൂടെ സ്പീഡ് കിട്ടണമെങ്കിൽ സാറ്റ മോഡൽ SSDകൾ വാങ്ങിയിടുക. ഇനി കുറച്ചുകൂടെ സ്പീഡ് കിട്ടണമെങ്കിൽ M.2 NVMeകൾ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ സ്പീഡ് കിട്ടും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന OSൻ്റെ സ്പീഡിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിട്ട് വേണം നമുക്ക് എത്രത്തോളം സ്പീഡ് കൂട്ടാൻ പറ്റുന്നുള്ള കാര്യത്തിലേക്ക് കടക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ പഴയൊരു PC ആണെങ്കിൽ നിങ്ങൾ അത്ര ഒരു ഹൈ എൻഡ് ആയിട്ടുള്ള പെർഫോമൻസ് പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പോൾ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പെക്കിനെ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതാണ്. പെട്ടെന്ന് നമുക്ക് നടന്നില്ല എന്ന് വരും. അപ്പോൾ എന്താ ചെയ്യുക, ഇതുപോലത്തെ ചെറിയ ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്പീഡാക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ട്രിക്കിലേക്ക് പോകാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആപ്പിൾ FX സ്റ്റുഡിയോ. ഇപ്പോൾ ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്യാണ്. ഇത് 18.1.4 എന്ന് പറഞ്ഞൊരു വേർഷനാണ്. അപ്പോൾ നിങ്ങളെ വേർഷനിൽ ഏകദേശം ഇതുപോലെ തന്നെ സെറ്റിംഗ്സിൽ വലിയ മാറ്റമൊന്നും വരാനുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ന്യൂ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം അല്ലേ. ന്യൂ പ്രൊജക്റ്റ് സ്ലോ ആയി പോകുന്ന ഒരു പ്രൊജക്റ്റ്. ഓക്കെ, അതിനെ സ്പീഡാക്കാനാവും നോക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലേക്കൊരു ഫുട്ടേജ് ആഡ് ചെയ്യാണ്. ഫുട്ടേജ് ആഡ് എഡിറ്റിംഗ് ടാബിലേക്ക്, അതായത് ടൈം ലൈനിലേക്ക് വന്നു. ഇപ്പോൾ ഒരു സാധാ ഒരു ക്ലിപ്പാണ്. ഞാൻ ഓഡിയോ ഒഴിവാക്കട്ടെ. ഓക്കെ, ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പൂച്ച ഇങ്ങനെ ഓടി പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്കിപ്പോൾ സ്ലോ ആണെങ്കിൽ ഇതിങ്ങനെ സ്റ്റക്ക് ഈ ഒരു പ്രതീതി ആയിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ ജമ്പായി ഇങ്ങനെയൊക്കെയാണ് പ്ലേ ആവുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ജസ്റ്റ് പ്രിഫറൻസിൽ വരിക. ഒന്നെങ്കിൽ ഇവിടുന്ന് പ്രിഫറൻസിൽ വരാം. ഇനി വിൻഡോസിലാണെങ്കിലോ ഇവിടെ റൈറ്റിലൊരു സെറ്റിംഗ്സ് കാണാൻ പറ്റില്ല, അതിൽ നേരെ വന്നാൽ മതി. സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ മാസ്റ്റർ സെറ്റിംഗ്സിൽ താഴേക്ക് വരിക. താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒപ്റ്റിമൈസ്ഡ് മീഡിയ ഫോർമാറ്റ് ഉണ്ടാവും. അതിപ്പോൾ Pro RES എന്നുള്ളൊരു ഫോർമാറ്റിൽ 422 HQ എന്നുള്ളൊരു ഫോർമാറ്റിലാണ്, ഹൈ ക്വാളിറ്റി. ഓക്കെ, അതൊന്ന് മാറ്റിയിട്ട് നമുക്ക് താഴേക്ക് ഇവിടെ DNX HRS SQ എന്നുള്ളൊരു ഫോർമാറ്റ് കാണാൻ പറ്റും. ഈ ഒരു ഫോർമാറ്റിലേക്ക് ഇതും മാറ്റുക. അതുപോലെ തൊട്ട് താഴെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, റെൻഡർ ക്യാഷ് ഫോർമാറ്റ് എന്നുള്ള, അതും ആ ഒരു ഫോർമാറ്റിലേക്ക് സെയിം ഫോർമാറ്റിലേക്ക് മാറ്റുക. എവിടെ ഓക്കെ, ഇതിൻ്റെ അതുപോലെ എനേബിൾ ബാക്ക്ഗ്രൗണ്ട് ക്യാഷിങ് ആഫ്റ്റർ 5 സെക്കൻഡിൽ മാറ്റിയിട്ട് എവരി സെക്കൻഡ്, ഓരോ സെക്കൻഡിലും ആവുന്ന രീതിയിൽ 1 എന്നാക്കിയിടുക. സേവ് കൊടുക്കുക. ഡിസ്പ്ലേ. അപ്പോൾ അങ്ങനെ ചെയ്തേക്കിട്ട് നിങ്ങൾ റിസൾട്ട് പറയാം സ്പീഡ് ആവുന്നുണ്ടോ. ഇനി അടുത്ത സെറ്റിങ്സിലേക്ക് പോവാം അല്ലേ. അടുത്തൊരു സെറ്റിങ്സ് പറഞ്ഞാൽ നേരെ വരിക. ഇവിടെ നമ്മൾ പ്ലേ ബാക്കിൽ യൂസ് ഒപ്റ്റിമൈസ്ഡ് മീഡിയ ഇഫ് അവൈലബിൾ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ടിക്ക് ഉണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ടിക്ക് ഉണ്ടെങ്കിൽ ഓക്കെ, ടിക്ക് ഇല്ലെങ്കിൽ ടിക്ക് ഇട്ടേക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെറ്റിങ്സിലേക്ക് പോകാം. ഇവിടെ ഈ ഒരു ക്ലിപ്പ് മാത്രമാണ് നിങ്ങൾക്ക് സ്റ്റക്ക് ആവുന്നത്. ബാക്കിയൊക്കെ സ്മൂത്തായിട്ട് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതൊക്കെ ക്ലിപ്പുകൾ സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ ആ ക്ലിപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ജനറേറ്റ് ഒപ്റ്റിമൈസ് മീഡിയ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റുക. ജനറേറ്റ് ചെയ്യുക. ഓക്കെ, നല്ല ഫാസ്റ്റായിട്ട് ജനറേറ്റ് ആവുമെന്ന് വിചാരിക്കേണ്ട. ഇത്തിരി ടൈം എടുക്കും, കാര്യം ഓൾറെഡി നമ്മുടെ സിസ്റ്റം സ്ലോ ആണല്ലോ. ഓക്കെ, എന്തായാലും ഇത്തിരി ടൈം എടുക്കും. ഒരു വലിയ ക്ലിപ്പൊക്കെ ആണെങ്കിൽ. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ ഒന്നും കൂടെ സ്പീഡാവും. ഓക്കെ, എന്തെങ്കിലും മനസ്സിലാവാത്ത നിങ്ങൾ നോക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് വീണ്ടും റിസൾട്ട് ഇവിടെ പക്ക ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക. ഓക്കെ, ഇനി നമ്മൾ ഈ ഫ്യൂഷൻ ടാബിലിട്ട ശേഷം എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് തിരിച്ച് വരുമ്പോഴാണ് സ്ലോ ആവുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ആ ക്ലിപ്പിനെ ഫ്യൂഷനായി വന്ന് ആ ഫ്യൂഷൻ ക്ലിപ്പിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. സ്റ്റക്ക് ആവുന്നത് എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ എന്താവും റെൻഡർ ഫ്യൂഷൻ സെറ്റിങ്സ് ഔട്ട്പുട്ടില്ലേ, ഇത് ഓൺ ആക്കിയിടുക. ക്യാഷ് ഫയൽ അത് റെൻഡർ ആവും. ഓക്കെ അല്ലേ, ഓൺ ആക്കിയിടുക. ഇനി നമ്മൾ കളർ ടാബിലിട്ടിട്ട് എഡിറ്റ് ചെയ്ത ശേഷമാണ്, നമ്മളിവിടെ ഒരുപാട് കളർ ടാബുകൾ ആഡ് ചെയ്തു, ഗ്രേഡിങ് ചെയ്ത് വന്നതിന് ശേഷമാണ് സ്റ്റക്ക് ആവുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റെൻഡർ
കളർ ഔട്ട്പുട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. റെൻഡർ ക്യാഷ് കളർ ഔട്ട്പുട്ട് എന്നുള്ള ഓപ്ഷൻ ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? റെൻഡർ ക്യാഷ് കളർ ഔട്ട്പുട്ട് തൊട്ട് മുന്നേ ആണെങ്കിൽ റെൻഡർ ക്യാഷ് ഫ്യൂഷൻ ഔട്ട്പുട്ട് ഓൺ ആക്കിയിടുക, അല്ലെങ്കിൽ ഓട്ടോയിലാണെങ്കിൽ ഓട്ടോ വിട്ടേക്കാൻ മതി. അതിലങ്ങനെ സ്റ്റക്ക് വരും എന്തായാലും ഫ്യൂഷനൊക്കെ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ അത്രയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും. ഇനി നമ്മൾ ഓൾറെഡി പ്ലേ ബാക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ ജമ്പിങ് ഇങ്ങനെ സ്ലോ ആകുമല്ലാതെ വരെ ടക്ക് ടക്ക് എന്നുള്ള ചാട്ടം ഇങ്ങനെ ചാടിയാണ് പോകുന്നതെങ്കിൽ ഈ ഒരു ഓപ്ഷൻ കണ്ടോ ഇവിടെ, ഈ 3 ഡോട്ട്സ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും ഷോ ഓൾ വീഡിയോ ഫ്രെയിംസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അത് ഓഫ് ആണെങ്കിൽ ഒരു പക്ഷേ എല്ലാ ഫ്രെയിമുകളും വരില്ല, ചിലപ്പോൾ ജമ്പായി പോകും ചില സമയത്ത് കേട്ടോ വരും. ചിലപ്പോൾ അങ്ങനെ സ്റ്റക്കായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് ഓൺ ആക്കിയിട്ട് നോക്കുക. ഓക്കെ, ഇത്രയും സെറ്റിങ്സുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ചെറിയ മാറ്റം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് ഹെൽപ്ഫുൾ ആയി എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.